ഹലോ ഹലോ. ഒരു സെക്കൻഡ്. എവിടെ പോയി കിടക്കാന്നടാ കോപ്പേ? എന്റെ തന്ത ഞാൻ അത്രയോണം വിളിച്ചു. ഞങ്ങളുടെ പെട്ടി എടുക്കുക. എൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. പറഞ്ഞ സമയത്ത് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. ഇതുകൊണ്ട് തന്നെയാണ് തുടക്കം തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് പറ്റാത്ത പണിയാണ് നിങ്ങളിത് ചെയ്യേണ്ടതെന്ന്. എനിക്കറിയായിരുന്നു ഇതിങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്ന്. അതെ, ഒരു കാഷ്വാലിറ്റി പോലും സംഭവിക്കില്ല എന്നാണ് നമ്മൾ തമ്മിലുള്ള ഡീല്. ഇതിപ്പോൾ നിങ്ങളൊരുത്തനെ കൊന്നിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ റിസ്ക് കൂടുതലാണ്. എനിക്ക് 40% ഷെയർ വേണം. അതിൽ താഴെ ഒരു പരിപാടിക്ക് ഞാനില്ല. എൻ്റെ സ്വഭാവം അറിയാലോ നിനക്ക്. ഈ സമയത്ത് വിലവേശം നിൽക്കല്ലേ. എന്താണെന്ന് വെച്ചാൽ തരാം. ഞങ്ങളെ ഇത് രക്ഷപ്പെടുത്തി തരാൻ പറ്റുമോ? പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് സാധനം എത്തിച്ച കാര്യം നടക്കും. അല്ലാത്ത പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കൈ ഒഴിയും. ഇതുകൊണ്ടൊക്കെ തന്നെയാടാ പറഞ്ഞ നിന്നെ പോലുള്ള കഴിവില്ലാത്തവരെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. എടാ പുല്ലേ, മോനെ, നമുക്കിത് വേണ്ടായിരുന്നല്ലേ? ഇന്ന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണല്ലോ. നിങ്ങളുടെ യജമാൻ അയാളുടെ പട്ടിക്ക് ഒഴിച്ചു വെച്ചാണോ? അതേടാ, പട്ടിക ഒഴിച്ചു വെച്ച സാധനമാടാ അത്. നിന്റെയൊക്കെ ഒരു മാസം ശമ്പളം തികയിലുള്ള ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കാൻ അറിയോ നിനക്ക്? എന്നിട്ട് എന്ത് കിട്ടി റിട്ടയർ ചെയ്തപ്പോ? ഒന്നും തന്നില്ലടാ. 28 വർഷം പട്ടിയെപ്പോലെ അവൻ്റെ കൂടെ ഡ്രൈവറായിട്ട് ഞാൻ നിന്നു. അപ്പൊ പോരുമ്പോ എന്തൊക്കെയോ കിട്ടൂന്ന് പറഞ്ഞിട്ട് ലൈഫ് സെറ്റിൽ ആവാൻ അത് മതിയെന്നല്ലേ നിങ്ങൾ ഇത്ര നാൾ പറഞ്ഞോണ്ടിരുന്നേ? അവന്റെ വാഗ്ദാനങ്ങൾ അത് കേട്ട ഞാനാടാ മണ്ടൻ. നിങ്ങൾ ഈ ലൈഫ് മൊത്തം മണ്ടനായിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പഴാ മനസ്സിലായെന്ന് മാത്രം. എടാ, കുറച്ചെങ്കിലും നന്ദി വേണോടാ, നന്ദി. നിന്റെ അമ്മ നമ്മൾ രണ്ടുപേരും വിട്ടേച്ച് പോയപ്പോ വേറൊരുത്തിയെ കെട്ടാതെ ഞാൻ ഇത്രയും നാളും നിന്നെ പോറ്റിയില്ലേ? അതിന്റെ നന്ദി എനിക്ക് കാണിക്കണം നായേ. എന്തിന്? നിങ്ങളുടെ നശിച്ച ജോലി കാരനാണ് അമ്മ നമ്മൾ ഇട്ടിട്ട് പോയത്. കണ്ട കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഡ്രൈവർ പണിക്ക് പോണെയാണോ അന്തസ്സുള്ള ജോലി? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്റെ പഠിത്തവും നിർത്തി കൂലിപ്പണിക്ക് പോണോണ്ട് ഞാൻ ദിവസം ഭക്ഷണമെങ്കിലും കഴിക്കുന്നുണ്ട്.
എന്തായാലും നിങ്ങളെപ്പോലെ ഞാൻ ജീവൻ നശിപ്പിക്കില്ല. എന്നെങ്കിലും എപ്പോഴെങ്കിലും അവസരം കിട്ടി ഞാൻ രക്ഷപ്പെടും. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോവും. എന്നാ അങ്ങനെ ഒരു അവസരം ഞാൻ തന്നാലോ? ഞാൻ പറഞ്ഞല്ലോ, രക്ഷപ്പെടുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്ത് പണി ചെയ്യാനും ഞാൻ തയ്യാറാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് നശിപ്പിച്ചവരുടെ കയ്യിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ച കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അത് പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്തെത്തിച്ച നമ്മുടെ ജീവിതം രക്ഷപ്പെടും. അത് ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? ഞാൻ ഏറ്റെടുക്കുന്ന ഉറപ്പ് വന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ വെക്കുമോ? പിടി, കൂടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ? നീ എൻ്റെ മോനായി പോയില്ലേ? നിങ്ങളാണ് കുഴിച്ചടിച്ചേ. ഇപ്പൊ ഒരാളെ കൊന്നിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒരാളെ കൂടി കൊല്ലണമെങ്കിൽ അത് നിങ്ങളാണ് ഇപ്പോഴും ചെയ്തിരിക്കും. താൻ എന്തോടെ എന്നെ പറ്റി വിചാരിച്ചേ? നീ ഇതിൽ ഇടപെടണ്ട സാറേ. ഒരബദ്ധം പറ്റി പോയതാ. അബദ്ധം? എന്ത് ധൈര്യത്തിലാണ് നിലവിളിച്ച് അതൊക്കെ എൻ്റെ അടുത്തെന്ന് പറഞ്ഞേ? താൻ 10-20 വർഷം ആളത്തെ ചൊരച്ചല്ലേ? അയാളെ സകലമാന വൃത്തികേടും കാര്യങ്ങളും തനിക്ക് അറിയാന്നല്ലോ. എന്നെ കൂടെ കൊലയ്ക്ക് കൊടുക്കാനാണോ തൻ്റെ ഉദ്ദേശം? സാറേ, എൻ്റെ ഡീലിങ്സിനെ പറ്റി അവർക്ക് സംശയമുണ്ട്. എൻ്റെ ഫോൺ ടാപ്പ് ചെയ്തു ഞാൻ അറിഞ്ഞേ. ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ താൻ ഇന്നലെ എൻ്റെ അടുത്ത്. എടോ, തനിക്ക് ധൈര്യം ഇത് പറഞ്ഞാൽ പോരെ? ഇവിടെ കിടന്നിട്ട് ഷോ കാണിക്കേണ്ട ആവശ്യം എന്താ? പറ്റില്ലെങ്കിൽ പറ്റില്ല, അത് പറഞ്ഞാൽ മതി. നീ ഇടപെടണ്ട സാറേ. വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ സാറേ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ സാറേ. നമ്മളെ പോലുള്ള ആൾക്കാരായിട്ട് കൂടിയാ കൂടൂല സാറേ. ഇത്
മാപ്പാക്കണം സാറേ. നിങ്ങൾ എന്തിനാ ഇയാളോടൊക്കെ മാപ്പ് പറയണേ? കാര്യം എന്ന് വെള്ളത്തിന്റെ കൊടുത്ത് പറഞ്ഞാണെങ്കിലും ആ പ്ലാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞ പോലെ നടന്ന രക്ഷപ്പെടുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിന്റെ കൂടെ എന്നാൽ നിങ്ങൾക്ക് ഒരു പങ്ക് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ. അത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിന്നെ പോലെ കഴിവില്ലാത്തവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊള്ളാം. അതെ, അങ്ങനെ അങ്ങ് എഴുത്തള്ളുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളതുകൊണ്ട് കേട്ടു വെക്ക്. എന്നിട്ട് താൻ തീരുമാനിക്കും. ഹരിചന്ദ്രനുള്ള മോൻ ജീവനോടെയാണെങ്കിൽ 6 കോടി, അല്ലെങ്കിൽ 4 വിത്തിൻ 24 hours. ഹലോ, ഞങ്ങളോട് വന്നുകൊണ്ടിരിക്കുക. കുറച്ച് റിസ്ക് എടുത്താൽ ഞങ്ങൾക്ക് വേറൊരു വണ്ടി കിട്ടി. പറഞ്ഞതിനേക്കാളും 20 മിനിറ്റ് ചിലപ്പോൾ ലേറ്റ് ആവും. നിങ്ങൾ എങ്ങനെയാലും ഞങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരണം. ഇത്തവണ എന്തായാലും പിഴക്കില്ല. ഞങ്ങൾ പറഞ്ഞ സമയത്തിന് എത്തിക്കോളാം. ഓക്കെ, ഒന്ന് മിണ്ടാരിയടാ. ഒരു 1/2 മണിക്കൂർ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് മിണ്ടാരിയടാ. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണം ഒരാഗ്രഹമില്ല. അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ എത്താനുണ്ട്. അതിന് തൻ്റെ ഈ വണ്ടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയില്ല. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ ഞങ്ങളവിടെ എത്തുന്നവരെ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നു. മനസ്സിലായോ? ഹലോ, നിങ്ങളുടെ മോനാണല്ലേ? കണ്ടാ തോന്നും. പക്ഷെ സ്വഭാവം നിങ്ങളുടെ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനത്തെ പണിക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നില്ലല്ലോ. രക്ഷപ്പെട്ടു. നമുക്കൊരു 40 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഷെയർ 50% കുറഞ്ഞു. പണ്ടാരം അങ്ങോട്ട് എങ്ങനെയും കോപ്പി രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടുന്ന് 30 കിലോമീറ്റർ കഴിയുന്ന ഒരു സ്ഥലത്ത് ഡോക്യുമെന്റ്സ് കുഴിച്ചിട്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ എവിടെയാന്നുള്ളതൊക്കെ അവർ വഴി വിളിച്ച് പറയും. ഇനി നമുക്കധികം നിൽക്കാൻ സമയമില്ല. ഇപ്പം തന്നെ അവർ നമ്മൾ പറയണ്ടാവും. നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ചെയ്തതല്ല. ഞാൻ ആ സമയത്ത് വേറെ വഴിയൊന്നും കണ്ടില്ല. 10 കോടി
അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു. എന്നിട്ടിപ്പോൾ കിട്ടാൻ പോകുന്നു 5 കോടി. അത് വീതിച്ചെടുത്താലോ 2.5. പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും പോകും. ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് ശരിയാവില്ല. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഹലോ, നിങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു 3-ാം മേൽക്കുറ്റി ഉണ്ട്. ആ, അത് കഴിഞ്ഞ് അകത്തേക്ക് ഒരു ഡീറ്റർ എടുത്താൽ മതി. ആ, ഓക്കെ. അവിടെ ഞങ്ങൾ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് നിങ്ങൾ അവിടെ കുഴിച്ചിട്ടാൽ മതി. അവർ പറഞ്ഞു വെച്ചിട്ട് ഇതാണ് സ്ഥലം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവനെ വിശ്വാസമല്ല. 10 കോടിയുടെ കളിയാണ്. ഞാൻ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു. പിന്നെയാണോ പുറത്തുള്ളവൻ? ഞാൻ അത് ലോഡ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഓഫാണ്. ആരും വന്നാൽ പൊട്ടിച്ചോ. ഞാൻ അകത്തേക്ക് പോവാ. തിരിച്ചു വരുന്നവരെ നിങ്ങൾ കാറിൻ്റെ അകത്ത് തന്നെ ഇരുന്നോണം. പുറത്തിറങ്ങി പോരുത്. ഇവൻ്റെ കാരോട് നോക്കിക്കോ, കേട്ടല്ലോ? പത്ത് കോടി എന്നിട്ട് എത്ര പെട്ടെന്ന് അത് 5 കോടി ആയത്? എടോ, അതൊക്കെ കിട്ടുമെന്ന് എനിക്ക് വല്ല വിശ്വാസമുണ്ടോ? താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കണം കേട്ടോ. അവൻ്റെ ഒരു ചോദ്യം, അവൻ്റെ ഒരു ചേട്ടാ, എനിക്കൊരു സിഗരറ്റ് തരുമോ? ടെൻഷൻ കാരണം നല്ല തലവേദന. എടോ, ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. തൻ്റെ മോനില്ലേ, അയാൾ നിങ്ങളെ കൊല്ലും. താൻ സിഗരറ്റ് ചോദിച്ചപ്പോൾ ഞാൻ തന്നു, വെള്ളം ചോദിച്ചപ്പോഴും ഞാൻ തന്നു. നീ വിചാരിച്ചേ എന്നെ തലേ കയറാൻ വരരുത്. ഞങ്ങൾ ഒരാളെ കൊന്നിട്ടാ വന്നേക്കണേ. ഒരാളെ കൂടെ കൊല്ലാൻ ഞങ്ങൾക്ക് വലിയ മടിയൊന്നുമില്ല, അറിയാമെന്നെനിക്ക്. അതുകൊണ്ട് വാടച്ചിരുന്നോളണം. നിങ്ങൾ അയാൾ കൊന്നു എന്ന് പറയാ. നിങ്ങൾക്ക് ഒരാളെ കൊല്ലാനുള്ള മനക്കെട്ടിയൊന്നുമില്ല. അത് നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം. ഡോ, ഞാൻ വീണ്ടും പറയാ, അയാൾ നിങ്ങളെ കൊല്ലും. എടാ, ഈ കയ്യിലിരിക്കണ എന്താ അറിയോ നിനക്ക്? പോക്കാണ്. ഇനി വാ തോന്നാൻ നിന്നെ അണ്ണാക്കിട്ട് ഞാൻ പൊട്ടിക്കും. ആണോ എനിക്ക്? എടോ കിളവാ, ഞാൻ പറയുന്നതെന്ന് താനൊന്ന് മനസ്സിലാക്ക്. താൻ എന്നെയല്ല അവനെയാണ് കൊല്ലേണ്ടത്. ഇത്രയും പ്രായമില്ലേ നിങ്ങക്ക്? ഒന്ന് ചിന്തിച്ചൂടെ? നിങ്ങൾ ഇനി എത്ര കാലം ജീവിക്കുന്നു വിചാരിച്ചിട്ടാ? 2.5 കോടി നിങ്ങൾക്ക് തന്നിട്ട് അയാൾക്ക് എന്ത് കിട്ടാന്? ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞ്? 5. നിങ്ങൾ കണ്ടോ, ഈ വണ്ടി മാക്സിമം ഒരു 3 കിലോമീറ്റർ പോകും. അത് കേട്ടല്ലോ, ബ്രേക്ക് ഡൗൺ ആയിരുന്ന എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരുന്നോ എന്നിട്ട് വണ്ടി അങ്ങനെ നിർത്തും. അയാൾ എന്നെയും കൊല്ലും നിങ്ങളെയും കൊല്ലും. എന്നിട്ട് അയാൾ അയാളുടെ പൈസ എടുത്തുകൊണ്ട് രക്ഷപ്പെടും. ഇതാണ് നടക്കാൻ പോണത്. അതുകൊണ്ട് നമ്മുടെ 2 പേരെ സേഫ്റ്റി ഓർത്താ ഞാൻ പറയുന്നത്. കയ്യിലൊരു തോക്കല്ലേ ഇരിക്കുന്നത്. ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യടോ. എന്താടാ നിന്റെ ഉദ്ദേശം? അവൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. ഹലോ, സാധനങ്ങളൊക്കെ ഞാൻ കുഴിച്ചിട്ടുണ്ട്. ഞാൻ അപ്പം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ വണ്ടിയുടെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലോ? ഇല്ല, ഞാൻ വണ്ടിയുടെ ഉള്ളിൽ തന്നെയാ. ആ ശരി. എങ്ങനെ ഇരിക്കുന്നു? വണ്ടിയുടെ പുറത്തിറങ്ങിയ കാര്യം പോലും തനിക്ക് അയാളോട് പറയാൻ പേടിയല്ലേ?
നിങ്ങളോട് പുറത്തിറങ്ങുന്നില്ല ഞാൻ പറഞ്ഞു. ഒരു കാര്യം, ഒരൊറ്റ കാര്യമല്ലേ ഞാൻ പറഞ്ഞോളൂ. അതുപോലെ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ 2.5 കോടി കൊണ്ട് എന്തോ ഉണ്ടാക്കാനാ? അതെ, ഇനി ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. ഈ വണ്ടി ഉപയോഗിച്ച് കുറച്ച് പൈസ ഞാൻ തരും. എനിക്കൊന്നും വെറുതെ വേണ്ട. കുറച്ച് ഹോസ്പിറ്റൽ ചെലവൊക്കെ വരുന്നല്ലേ. ഇനി ഈ പണ്ടാരത്തിന് എന്താണ് കുഴപ്പം? ഇവിടെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാടോ. ഞാൻ ഇറങ്ങി നോക്കൂല, നീ നോക്കു വേണമെങ്കിൽ. ഒന്നിറങ്ങി നോക്കണോ? തലയിടുന്ന വലിയ ഡ്രൈവർ. ഞാൻ നോക്കൂല എന്ന് പറഞ്ഞില്ലടാ, നീ ഇറങ്ങി നോക്കണ വേണമെങ്കിൽ. ഇപ്പൊ തനിക്ക് എത്ര പെട്ടെന്നൊരു പേടിയും വാശിയും? എന്തെങ്കിലും അവിടെ, ഞാൻ ഇറങ്ങിക്കോളാം. ഞാൻ പറഞ്ഞെന്തേ? ഞങ്ങൾ 2 കിലോമീറ്റർ ഇപ്പുറം നിൽക്കുന്നുണ്ട്. ഐലൻഡ് കൂടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞയച്ചോളാം.
when boredom sets in within hell, demons come to visit us, bringing back evil souls to entertain themselves. And this is how they engage in